ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ SR ക്രിയേഷൻസ്. ഇന്ന് ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി നമുക്ക് വളരെ വേഗത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന വ്യത്യസ്തമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പൂരി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ 1 കപ്പ് ഗോതമ്പ് മാവും 1/2 കപ്പ് മൈദ മാവും കൂടെ ചേർത്ത് മാവ് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം കുഴയ്ക്കാൻ ആവശ്യത്തിനാണ്. പിന്നെ ഒരു മുട്ട. പൂരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, ഉപ്പ്, ഇത്രയും ഐറ്റംസാണ് നമുക്ക് പൂരി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് പൂരി കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മാവിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പിടുക. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മുട്ട പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ 3 ഐറ്റവും നന്നായിട്ട് മാവിൽ ചേരുന്ന രീതിയിൽ കൈകൊണ്ട് നന്നായിട്ട് കുഴയ്ക്കുക. നന്നായിട്ട് കുഴച്ച ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴയ്ക്കുക. കയ്യിൽ ഒട്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അല്പം എണ്ണ തടവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണ തടവിയ ഒരു പാത്രത്തിൽ ഒരു 15 മിനിറ്റ് നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം എടുത്തിരിക്കുന്ന മാവാണിത്. അപ്പോൾ മാവ് അല്പം കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റിലോ എണ്ണ അല്പം തടവിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. അല്പം കൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുത്ത് എന്നിട്ട് ഇതുപോലെ ഉരുളകളാക്കി നമുക്ക് വയ്ക്കാം. ഉരുളകളാക്കിയതിന് ശേഷം പൂരിക്കല്ലിൽ എണ്ണ തടവിയ ശേഷം നമുക്ക് ഓരോ ഉരുളകളായിട്ട് പരത്തി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിൽ പൂരി പൊങ്ങി നിൽക്കത്തക്ക രീതിയിൽ എണ്ണ ഒഴിക്കുക. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്യുക. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് പൂരിയെല്ലാം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന പൂരികൾ ഓരോന്നായിട്ട് എണ്ണയിലിട്ട് ചുട്ടെടുക്കാം. ഇതുപോലെ എല്ലാ പൂരികളും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. കാരണം നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് നമ്മുടെ ഈ പൂരിക്കുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിലെത്തി ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.